എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. സാൻഡ്വിച്ച്, ഷവർമ, ബർഗർ, സാലഡ്സ്, ഫ്രൈഡ് ചിക്കൻ ഇവയുടെയൊക്കെ കൂടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കോമ്പിനേഷനാണ് മയണൈസ്. വെറും 2 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ മയണൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മയണൈസിന്റെ അതേ ടേസ്റ്റാണ്, അതിലും കിടിലനാന്ന് വേണമെങ്കിലും പറയാം. കഴിഞ്ഞ ആഴ്ച ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ആഴ്ച 2 സർപ്രൈസ് ഗിവ് അവേ വിന്നേഴ്സ് ഉണ്ട്. അപ്പോൾ വിന്നേഴ്സ് ആരെന്നറിയാൻ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി 2 മുട്ടയാണ് എടുക്കുന്നത്. ഈ മുട്ടയുടെ ഉണ്ണിയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മുട്ട ഈ രീതിയിൽ പകുതിയായി ഉടച്ച് ഈ മുട്ടത്തോടില് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം ഒഴിക്കാം. അപ്പൊ വളരെ എളുപ്പത്തിൽ മുട്ടവെള്ള തന്നെ മാറി കിട്ടും. ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഉണ്ണി വീണാലും കുഴപ്പമൊന്നുമില്ല. മയണൈസ് തയ്യാറാക്കാൻ മുട്ടയുടെ ഉണ്ണി കൂടി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. മുട്ടയുടെ മഞ്ഞ കൊണ്ട് മാത്രം തയ്യാറാക്കുന്ന മയണൈസ് ഉണ്ട്. അതിനൊരു മഞ്ഞ ഷെയ്ഡായിരിക്കും. ഞാനിവിടെ വൈറ്റ് മയണൈസ് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് മുട്ടവെള്ള മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതുപോലൊരു എഗ് യോക്ക് സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ടവെള്ള സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഇത് തയ്യാറാക്കാനായി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത മുട്ടവെള്ള ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. മയണൈസിന് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്തോളൂ. ഇനി ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്താൽ വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ബീറ്ററൊക്കെ യൂസ് ചെയ്ത് വിപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി മിക്സിയുടെ പൾസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ പൾസ് ബട്ടൺ ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് വിടാം. വീണ്ടും 2 സെക്കൻഡ് കൂടെ പ്രസ് ചെയ്ത് പിടിക്കാം. ഈ രീതിയിൽ ഒരു 10 തവണ ചെയ്യണം. മുട്ടവെള്ള ഇപ്പോൾ അത്യാവശ്യം ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഉപ്പ് കുറച്ചുകൂടെ വേണ്ടി വരും. അപ്പോൾ ഉപ്പിന്റെ അളവ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി തീരുമാനിക്കുക. ഇനി ഇതിലേക്ക് നാരങ്ങാനീരാണ് ചേർക്കുന്നത്. 1/2 തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ നാരങ്ങാനീര് ചേർക്കാം. അപ്പോൾ ആദ്യം 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കി വീണ്ടും ആവശ്യമെങ്കിൽ ബാക്കി 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്താൽ മതി. നാരങ്ങാനീരിന് പകരം 1 ടീസ്പൂൺ വിനെഗർ ചേർത്താലും മതി. അപ്പം നാരങ്ങയുടെ കുരു ഒന്നും വീഴാതെ നാരങ്ങാനീരൊന്ന് അരിച്ചെടുത്തതാണിത്. നേരത്തെ ചെയ്ത പോലെ തന്നെ പൾസ് ബട്ടൺ യൂസ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ 2 പിഞ്ച് കുരുമുളക് പൊടിയും 2 പിഞ്ച് കടുക് പൊടിയും ഒക്കെ ചേർക്കാം. അപ്പം അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കുക. ചേർത്തില്ലെങ്കിലും മയണൈസ് റെഡിയാക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഞാനിവിടെ ഒരു 15 സെക്കൻഡും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽസ്, കാനോല, സാഫ്ലവർ, ഗ്രേപ്പ് സീഡ്, ഒലിവ് ഓയിൽ ഇവയൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. 2-3 ടേബിൾ സ്പൂൺ വീതം പല തവണയായിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി പൾസ് ബട്ടൺ വേണമെന്നില്ല. സ്പീഡ് 1-ലിട്ടാണ് അടിക്കുന്നത്. ഇതിപ്പോൾ സ്പീഡ് 1-ല് 30 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരേ ടെമ്പറേച്ചറിലുള്ള മുട്ടയും ഓയിലുമാണ് മയണൈസിന് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും ഓയിലുമാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയിരുന്ന എണ്ണയിൽ നിന്നും പകുതി കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും അടിച്ചെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പീഡ് 1-ല് ഒരു 30 സെക്കൻഡും കൂടി അടിച്ചെടുക്കുവാണ്. അതായത് ഇപ്പോൾ ഒന്നുകൂടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ലൂസായിട്ടിരുന്നാൽ മതിയെങ്കിൽ നിങ്ങൾക്കിത് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാം. അതല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മയണൈസിൻ്റെ ആ ടെക്സ്ചർ കിട്ടണമെങ്കിൽ ബാക്കി എണ്ണ കൂടി ഒഴിക്കാം. അപ്പം നമ്മൾ മൊത്തത്തിൽ 1/2 കപ്പ് എണ്ണയും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് വീണ്ടും അടിച്ചെടുക്കാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് മയണൈസ് റെഡിയാക്കാറുണ്ട്. ഞാൻ എപ്പോഴും വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കാറ്. സ്പീഡ് 1-ല് ഒരു 15 സെക്കൻഡ് ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പെർഫെക്റ്റ് മയണൈസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതങ്ങനെ വെറും 2 മിനിറ്റിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിലും അതേ ടെക്സ്ചറിലും മയണൈസ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഈ ഒരളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്താൽ 1/2 കപ്പ് മയണൈസ് ആണ് കിട്ടുന്നത്. ഒരു 8 ടേബിൾ സ്പൂൺ വരും. സ്ട്രോബെറി ചാനൽ സമ്മാന പെരുമഴയിലെ ഇന്നത്തെ ലക്കി വിന്നർ ആരെന്ന് നോക്കാം. വിന്നേഴ്സിന് ഞങ്ങൾ ക്യാഷ് വൗച്ചേഴ്സ് ആണ് നൽകുന്നത്. ലക്കി ഡ്രോയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വിന്നേഴ്സ് ഞങ്ങളുടെ ഇമെയിൽ ID വഴിയോ ഫേസ്ബുക്ക് പേജ് വഴിയോ 7 ദിവസത്തിനുള്ളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.
ഞങ്ങളുടെ റെസിപ്പികൾ നോക്കി തയ്യാറാക്കിയ വിഭവങ്ങളുടെ ഫോട്ടോസ് ഷെയർ ചെയ്തവരാണ് കാറ്റഗറി 3 ലിസ്റ്റിലുള്ളത്. ഇന്നത്തെ കാറ്റഗറി 3യിലെ ലക്കി വിന്നർ പ്രവീൺ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസിന് കമന്റ് ഇടുകയും ചെയ്തവരാണ് കാറ്റഗറി 1. കാറ്റഗറി 1 ലിസ്റ്റിൽ നിന്നുമുള്ള ഇന്നത്തെ ലക്കി വിന്നർ സുബീന. എല്ലാ ആഴ്ചയിലും ലക്കി ഡ്രോ ഉണ്ട്, നിങ്ങളെല്ലാവരും പങ്കുചേരണം. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒത്തിരി സമയം അടിക്കരുത്. ഒരു 10-15 സെക്കൻഡ് ഇൻട്രോയിൽ അതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് റെഡി ആയില്ലെങ്കിൽ വീണ്ടും കൂടുതൽ സമയം അടിച്ചെടുക്കുക. ഇതുണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. 2-3 ദിവസമൊക്കെ ഇത് ഫ്രിഡ്ജിലിരിക്കും. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പാസ്ചറൈസ് ഒന്നും ചെയ്യാത്ത മുട്ട കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഒത്തിരി അളവുണ്ടാക്കി സൂക്ഷിച്ചു വെക്കേണ്ട. ആവശ്യമനുസരിച്ച് ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഷവർമയെക്കാളും ടേസ്റ്റുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പി ഇട്ടിരുന്നു. അതിൽ നമ്മൾ മയണൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മയണൈസ് റെഡിയാക്കി ആ ഷവർമ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇത് ചെയ്ത് നോക്കാൻ തോന്നുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ കമന്റ്സ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ബൈ.